പരമ്പരാഗത വ്യവസായങ്ങൾക്കും പീഡിത വ്യവസായങ്ങൾക്കും വേണ്ട വിഭവ സമാഹരണം, അതാണല്ലോ ഇതിന്റെ ലക്ഷ്യം. അതെ സർ. 2 വർഷമായി ഇത് തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടോ സാർ? അല്ല, പരമ്പരാഗത വ്യവസായങ്ങൾക്കും പീഡിത വ്യവസായങ്ങൾക്കും വേണ്ട സഹായം എന്ന അബദ്ധം വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന്? ഇല്ല സർ. അല്ല, ഉണ്ട് സർ. ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് സയന്റിസ്റ്റ് ഇപ്പോഴും കശുവണ്ടിയെ കുറിച്ചും കയറിനെ കുറിച്ചും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. ഓഹോ. തുടങ്ങുമ്പോൾ 25 ലക്ഷം രൂപ മൂലധനം, ഇപ്പോൾ 96 ലക്ഷം രൂപ കടം. ആകെ ഉണ്ടായ ഗുണം ചെയർമാൻ, 2 PA, സെക്രട്ടറി, 4 സയന്റിസ്റ്റ്, പിന്നെ കുറെ സ്റ്റാഫ്. അവർക്കൊക്കെ ഒരു ജോലിയില്ലാതെ 2 വർഷം ശമ്പളം, പിന്നെ കുറെ സുഹൃത്ത്. എത്ര പ്രാവശ്യം വിദേശയാത്ര നടത്തി? എവിടെയൊക്കെ പോയി? അത് 2 പ്രാവശ്യം റഷ്യ, 1 പ്രാവശ്യം ചെക്കോസ്ലോവാക്യ, പിന്നെ അമേരിക്കയും യൂറോപ്പും ഓരോ പ്രാവശ്യം. ഭംഗിയായി നടത്തി, വിത്ത് ഫാമിലി. അതെ സർ. പരമ്പരാഗതത്തെ കുറിച്ച് പഠിക്കാനല്ലേ? അതെ സർ. ഈ എക്സ്പോർട്ട് മാർക്കറ്റ് ഗവൺമെന്റ് ആ കോർപ്പറേഷനെ പിരിച്ചുവിട്ടു. സ്റ്റാഫിനോടും മറ്റും അവരുടെ പേരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മടങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട്. സാറിന് ഇനി എത്ര മാസം കൂടെ ഉണ്ട്? 8 മാസം. ഇനി വീട്ടിലിരുന്നാൽ മതി. പേടിക്കണ്ട, പിരിച്ചുവിടലൊന്നുമല്ല. റിട്ടയർമെന്റ് ആകുന്നത് വരെ കൃത്യമായി ശമ്പളം വീട്ടിലെത്തും എല്ലാ മാസവും. സാറ് ജോലിക്ക് വരുന്നതിനേക്കാൾ ഗവൺമെന്റ് ലാഭം വരാതിരിക്കുന്നതാണ്. ശരി.